ഹായ് ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വല്യോണം കേട്ടോ. വല്യോണത്തിന് ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. നല്ല രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചാണ് എല്ലാവരും ഒരുങ്ങി വന്നപ്പോഴേക്കും കുറച്ചങ്ങ് ലേറ്റായി. അമ്പലത്തിൽ പോകാനാകുമ്പോഴേക്കും അമ്മൻ്റെ സദ്യേൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മ സദ്യ ഒരുക്കാനൊക്കെ നിൽക്കും. ഞാനാണെങ്കിൽ പൂവരിയാനും പൂവിടാനും ഒക്കെ നിൽക്കും. അന്ന് എല്ലാ സ്ഥലത്തും മുറ്റത്തും കൊലായിലും ഒക്കെ ഇടണ്ടേ. പിന്നെ ഇന്ന് നബിദിനം കൂടിയാണ്. അപ്പം അതിൻ്റെ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി ദഫ്മുട്ടാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ ടൈമില്ലാത്തതിനെ കൊണ്ട് അവിടെ നിർത്തി കണ്ടില്ല എന്ന് മാത്രം. കുറേ അറിയുന്ന മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദ്രാത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്നത്. പിന്നെ അമ്പലത്തിൽ ഞങ്ങൾ കല്ലായി അമ്പലത്തിലാണ് വന്നത്. തൊഴുതിട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ. വന്ന് ഇറങ്ങുന്ന വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം വേഗം തന്നെ തൊഴുകാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റ് ആയത് കാരണം എല്ലാ വർഷം വിഷുവിനും ഓണത്തിനും ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ വരാറ്. വീട്ടിലെ തിരിച്ച് വരുമ്പോഴാണ് കുതിരപ്പുറത്ത് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. നല്ല കൗതുകം തോന്നിട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് ബാലൻസ് ആക്കി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കഴിവാണ്. നബിദിനായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പരിപാടി കേട്ടോ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാണാൻ പറ്റിയില്ല. കടലിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഒന്ന് നിർത്തി ഫോട്ടോ എടുത്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷെ നിർത്താനൊന്നും കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെത്തിയിട്ട് വേണം ഇനി പൂവിടാനും കാര്യങ്ങളൊക്കെ. അപ്പം അത് ലേറ്റായി പോകും, അതുകൊണ്ട് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. മക്കളിങ്ങനെ അവിടെ ബീച്ച് കണ്ട സമയത്ത് പറയുന്നുണ്ടായിരുന്നു നിർത്താന്ന്. പക്ഷെ നേരില്ലാത്തതിനെ കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ വിഷുവിനായാലും ഓണത്തിനായാലും അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പം പുറത്തുനിന്ന് കുടിക്കാറാട്ടോ പതിവ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ ഹോട്ടൽ അധികം ഒന്നും തുറന്നിട്ടില്ല. അങ്ങനെ ഏറ്റവും അവസാനം ഒരു ഹോട്ടൽ കണ്ടെത്തി. ഇവിടെയാണെങ്കിൽ സീ ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു രാവിലത്തെ ചായക്കടി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഒരു പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ടാട്ടോ വരുന്നത്. വലിയൊരു ഹോട്ടലൊക്കെയാണ്. അപ്പം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും പൊറാട്ട കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അച്ഛൻ പിട്ടും ഗ്രീൻ പീസ് കറിയും, ഞങ്ങൾ ഒരു കടുക്കക്കറിയും കൂടെ ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിലെല്ലാം ഓർഡർ ചെയ്തൊക്കെ എത്തിയിട്ടുണ്ട്. പൊറാട്ട ഒക്കെയാണ്, കടുക്ക ഫ്രൈ ജസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ഗ്രീൻ പീസ് കറി ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു കറി. പിന്നെ കാക്കകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ദ്രവനികേൻ്റെ ഒരു പീസൊക്കെ കാക്കക്ക് ഇട്ട് കൊടുത്തിക്കുന്നത് ഞങ്ങൾ കാണാതെ. പിന്നെ ഇതാ വെസ്റ്റയിലുള്ള പട്ടാളക്കാൻ പാട്ടോ. ഇവിടെയാണ് നമ്മുടെ നാടിൻ്റെ രക്ഷകരായിട്ടുള്ള കുറച്ചധികം പട്ടാളക്കാർ ഉള്ളത്. ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഒരു അഭിമാനം തോന്നും കേട്ടോ. പിന്നെ വീട്ടിലെത്തി വേഗം തന്നെ അമ്മയും കൂടെ പൂവരിയാൻ കൂടുക കേട്ടോ. കാരണം കഴിയൂല അല്ലാതെ. അപ്പം കുറച്ചും കൂടെ പൂവരിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ പൂവ് അങ്ങോട്ട് തകൃതിയായിട്ട് അരിയുക കേട്ടോ. ഇപ്രാവശ്യം ഓണം നല്ല കളറായിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ പൂവ് അരിയാനും ഇടാനും ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉത്സാഹിച്ചിട്ടായിരുന്നു എല്ലാ പരിപാടികളും. പിന്നെ ഏട്ടൻ്റെ വക ഇങ്ങനെ പൂവ് വിതറിയിടലാട്ടോ. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, മാവേലി മന്നനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേർച്ച കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മരിച്ചു പോയവർക്കൊക്കെ നല്ല ഭക്തിയോട് കൂടിയിട്ട്. അമ്മ അതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ നോൽമ്പ് തന്നെയാണ്. അവർക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അമ്മച്ചനെയും മമ്മിയും നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. കാരണം അമ്മച്ചൻ എല്ലാത്തിനും ഒരു ഇതായിരുന്നു. എന്താ പറയുക, പൂവരിയാനും പൂവിടാനും ഒക്കെ എന്ത് ചെയ്യാനാ. അപ്പോൾ ഇതാണ് ഞങ്ങളെ പൂക്കളം ഒരു ഇടലാം കൂടെ ഇട്ടാണ്. ഇതിൻ്റെ മേലെ വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇത് അങ്ങനെ ഒരു സംഭവം ചെയ്തതായതുകൊണ്ട് വരച്ചിടാൻ കഴിയില്ല. അപ്പോൾ ഏകദേശം ഒരു രൂപത്തിൽ പൂവ് അങ്ങോട്ട് ഇട്ട് തന്നെ. ഇത് പിന്നെ വരച്ചിട്ടതാട്ടോ. ഞാൻ പെൻസിൽ ഉപയോഗിച്ച് വരച്ചും കണ്ട് പൂവിട്ടതാണ്. മക്കളും ഞാനും എല്ലാവരും കൂടി കേട്ടോ ഈ പൂവിട്ടത്. പിന്നെ ഇപ്രാവശ്യം അമ്പലത്തിലൊക്കെ പോയി വരുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പൂവിടാനേ കഴിഞ്ഞിട്ടുള്ളൂ പ്രാവശ്യം. പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം സമയം വെച്ചിട്ട് നന്നാക്കി ഇട്ടെന്ന് വിചാരിക്കുന്നു. ഇട്ട് കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. 2:30 മണിയായിട്ടുണ്ട് കേട്ടോ ഈ സമയം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. പിന്നെ നടുവിലുള്ള കുപ്പി കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ അത് നേർച്ച വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ച് അവിടെ വെച്ചതാട്ടോ. അല്ലാതെ വേറൊന്നുമല്ല. നേർച്ചയ്ക്ക് നമ്മൾ കൊടുക്കുമല്ലോ, മരിച്ചു പോയവർക്ക് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചാണ്. പിന്നെ ഉള്ളിലേക്ക് വെക്കാൻ മറന്നു പോയിട്ടോ. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു സത്യത്തിലും. പിന്നെ ഈ ഐറ്റംസൊക്കെ അമ്മ ഉണ്ടാക്കി കേട്ടോ. എല്ലാം അമ്മ ഉണ്ടാക്കിയാണ്. അടിപൊളിയായിരുന്നു സദ്യ. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ദിവസം കഴിക്കുന്നതിൻ്റെ ഇരട്ടി ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷം ഓലനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ ഓലൻ ഓണത്തിന് ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ വർഷം ഞങ്ങൾ ഓലനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മീനും ചിക്കനും പായസവും എല്ലാം ഉണ്ടായിരുന്നു. സാമ്പാറും സദ്യ വേറെ തന്നെ ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് നേർച്ചയൊക്കെ കൊടുക്കുന്നതല്ലേ നമ്മളപ്പോൾ. ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഓണാഘോഷം എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ സന്തോഷത്തോടെയും
സമാധാനത്തോടെയും ഓണം കൂടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അതിന് പറ്റട്ടെ. പിന്നെ എൻ്റെ അമ്മച്ചനും അമ്മമ്മയും ഉണ്ടാവുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.